ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, MD ആൻഡ് CEO ഓഫ് ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതൊരു ബെറ്റർ ഓപ്പണിംഗ് ആണ്. നിഫ്റ്റി അറ്റ്ലീസ്റ്റ് 75 പോയിൻ്റ് അല്ലെങ്കിൽ 100 പോയിൻ്റ് ബെറ്റർ ആയിട്ട് ഓപ്പൺ ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ മെജോറിറ്റി ഏഷ്യൻ മാർക്കറ്റുകളും ഇന്ന് ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ചൈനീസ് മാർക്കറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യാനും അതുപോലെ തന്നെ മുന്നോട്ട് നയിക്കാനുള്ള ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ മെഷേഴ്സാണ് ചൈനയിൽ വലിയ രീതിയിലുള്ള ഗെയിൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ച പോലെ ഇന്നലെ ചൈനീസ് മാർക്കറ്റ് വലിയ റീബൗണ്ടാണ് കണ്ടത്. 2.8% മുതൽ 6.7% വരെയാണ് പല മാർക്കറ്റുകളും ചൈനയിൽ ഇന്നലെ കയറിയിട്ടുള്ളത്. ഇന്ന് മോർണിംഗിലും ചൈനീസ് മാർക്കറ്റുകൾ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചൈനീസ് സ്റ്റോക്കുകൾ കൂടുതൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഹോങ്കോങ് മാർക്കറ്റിൽ ഇൻഡെക്സും ബെറ്റർ തന്നെയാണ്. ഇന്നലെ 4.4% ബെറ്റർ ആയിരുന്നു. ഇന്നും മോർണിംഗിലും ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ ജാപ്പനീസ് മാർക്കറ്റുകൾ മാത്രമാണ് സ്ലൈറ്റ്ലി വീക്കായിട്ട് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് മോർണിംഗിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആയിട്ടാണ് ജാപ്പനീസ് മാർക്കറ്റുകൾ ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കൻ മാർക്കറ്റിലെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഓൾമോസ്റ്റ് എല്ലാ ഇൻഡെക്സുകളും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഡൗ ജോൺസ് 141.24 പോയിന്റ് ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. S&P 500 11.42 പോയിന്റ് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നാസ്ഡാക്ക് 11.32 പോയിന്റ് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് റസൽ 2000 15.61 പോയിന്റ് ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. വൊളാറ്റിലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ S&P 500 വിക്സ് ഇന്നലെ 13.06 ക്ലോസ് ചെയ്തിട്ടുള്ളത്. മിനിഞ്ഞാന്ന് അത് 13.67 ആയിരുന്നു. അപ്പോൾ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് ട്രെൻഡിന് തന്നെയാണ് അമേരിക്കയിൽ. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡും ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഫെബ്രുവരി ഫ്യൂച്ചേഴ്സ് $251.4 പെർ ഔൺസിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. $10 മേലെയാണ് മിനിഞ്ഞാന്നത്തെ റേറ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇന്ന് മോർണിംഗിൽ ഓൾമോസ്റ്റ് ആ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഫ്ലാറ്റ് ട്രേഡിംഗ് ആണ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. $78.66 പെർ ബാരലിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് മോർണിംഗിൽ $78.81 പെർ ബാരലിനാണ് ട്രേഡ് ചെയ്യുന്നത്. മെറ്റൽ ഫ്യൂച്ചേഴ്സ് എല്ലാം തന്നെ ഇന്നലെ ഓൾമോസ്റ്റ് എല്ലാ മെറ്റൽ ഫ്യൂച്ചേഴ്സും ബെറ്റർ ആയിരുന്നു. ഇന്ന് മോർണിംഗിലും ഓൾമോസ്റ്റ് എല്ലാ മെറ്റൽ ഫ്യൂച്ചേഴ്സും ബെറ്ററാണ്. ചൈനീസ് ന്യൂസുകൾ തന്നെയാണ് മെറ്റൽ ഫ്യൂച്ചേഴ്സിൽ വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടുള്ള മേജറായിട്ടുള്ള റീസൺ. ഇനി നമ്മൾ അമേരിക്കയിലത്തെ റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ GE ഹെൽത്ത് കെയർ ആണെന്നതിൽ എക്സലൻറ്റ് റിസൾട്ട് കാഴ്ചവെച്ചിട്ടുള്ളത്. 11.6% ആണെന്നതിൽ ബെറ്റർ ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പാലാൻറ്റിയർ ടെക്നോളജി ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ട് അമേരിക്കൻ US ഡിഫൻസിന് പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഡിഫൻസ് റിലേറ്റഡ് കമ്പനിയാണ്. 30.8% ഇന്നലെ സ്റ്റോക്ക് പ്രൈസിൽ ഇന്നലെ മുന്നേറ്റം കണ്ടിട്ടുള്ളത്. Q4 റിസൾട്ടുകൾ ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെ ധാരാളം ഓർഡേഴ്സാണ് ഡിഫൻസിൽ നിന്ന് ഈ കമ്പനിക്ക് കിട്ടാൻ പോകുന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. പൊതുവെ അമേരിക്കയിലെ പോസിറ്റീവ് ന്യൂസുകളാണ് ടെക്നോളജി റിലേറ്റഡ് ഹെൽത്ത് റിലേറ്റഡ് സ്റ്റോക്കുകളിലൊക്കെ. പക്ഷേ ബാങ്കിങ് സ്റ്റോക്കുകൾ അമേരിക്കയിൽ വീണ്ടും ഒരു ബാങ്കിങ് ക്രൈസിസ് വരും എന്നുള്ളൊരു റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി മൂഡീസ് തന്നെ ന്യൂയോർക്ക് കമ്മ്യൂണിറ്റി ബാങ്കിനെ ഡൗൺഗ്രേഡ് ചെയ്ത് കഴിഞ്ഞ് ജങ്കായിട്ട്. കാരണം $20 ട്രില്യൺ ആണ് അമേരിക്കയിലെ കമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റിൻ്റെ സൈസ്. അതിൽ അടുത്ത 2 വർഷത്തിനുള്ളിൽ ഡെറ്റ് ഡ്യൂ ആയിട്ട് നിൽക്കുന്ന $2.2 ട്രില്യൺ ആണ്. കമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് വളരെ മോശമാണ് അമേരിക്കയിൽ. ഓഫീസ് സ്പേസസ് ഒക്കെ വേക്കൻ്റ് ആയിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ഈ രംഗത്ത് വലിയ രീതിയിലുള്ള NPS ഈ കമേഴ്ഷ്യൽ പ്രോപ്പർട്ടി കമ്പനികൾക്ക് ലെൻഡ് ചെയ്തിട്ടുള്ള ബാങ്കുകൾക്ക് ഉണ്ടാകുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. അതുകൊണ്ട് തന്നെ പല ബാങ്കുകളിലെയും സ്റ്റോക്കുകൾ റീജിയണൽ ബാങ്കുകളിലേക്ക് സ്റ്റോക്കുകൾ അമേരിക്കയിൽ താഴെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ കമേഴ്ഷ്യൽ ബാങ്കിങ് ക്രൈസിസും ബാങ്കുകൾ ഫേസ് ചെയ്യാൻ പോവുകയാണ് അമേരിക്കയിൽ. ഇത്തരത്തിലുള്ള ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഗ്ലോബലി ഇത്തരത്തിലുള്ള ന്യൂസിനൊന്നും വലിയ ഇമ്പാക്റ്റ് ഒന്നും കാണുന്നില്ല. പ്രത്യേകിച്ച് അമേരിക്കയിലും യൂറോപ്പിലും കമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് വലിയ പ്രതിസന്ധി നേരിടുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. നമുക്കറിയാം ചൈനയിലത്തെ മേജർ കൊളാപ്സിന് കാരണം ചൈനയിൽ റിയൽ എസ്റ്റേറ്റ് കൊളാപ്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അമേരിക്കയിൽ കമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റാണ് അമേരിക്കയിലും യൂറോപ്പിലൊക്കെ പ്രതിസന്ധി നേരിടാൻ പോകുന്നതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇത് ഓൺലി ഫോർ യുവർ ഇൻഫർമേഷൻ തന്ന ന്യൂസാണ്.
ഇനി നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ചെറുതായിട്ട് ബയ്യിങ് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ. ജനുവരിയിൽ അവർ 25,000 കോടി രൂപയ്ക്കുള്ള സെല്ലിംഗ് നടത്തിയിരുന്നു. പക്ഷേ ഫെബ്രുവരിയിൽ വളരെ കോഷ്യസ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. പല സ്റ്റോക്കുകളും നല്ല ക്വാർട്ടർ 3 റിസൾട്ടുകൾ കാഴ്ചവെക്കുന്നുണ്ട് കമ്പനികളും. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കമ്പനികളിലൊക്കെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വീണ്ടും വാങ്ങാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ പാർലമെൻറ്റ് ഇലക്ഷനുള്ള തീയതികൾ നിശ്ചയിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രീ ഇലക്ഷൻ റാലിയൊക്കെ നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷേ ഹയർ ലെവലിലാണ് നമ്മുടെ മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കാം നമുക്ക് കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ എന്നൊരു ബെറ്റർ ട്രെൻഡ് കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളിന്മേലുള്ള GST 18% നിന്ന് കുറയ്ക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ് ന്യൂസാണ്. HDFC ലൈഫ് തുടങ്ങിയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. മാക്സ് ഫിനാൻഷ്യൽ സർവീസസിൻ്റെ അണ്ടറിലുള്ള മാക്സ് ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിൽ ആക്സിസ് ബാങ്ക് 1,612 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാണ്. മാക്സ് ഫിനാൻഷ്യൽ സർവീസസിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. TCSൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 15 ലക്ഷം കോടി കടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ടാറ്റ ഗ്രൂപ്പിൻ്റെ ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 30 ലക്ഷം കോടി കടന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. 1 ട്രില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളൊരു കമ്പനി ആരായിരിക്കും അല്ലെങ്കിൽ ഏതായിരിക്കും ഈ ഗ്രൂപ്പ് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ നമ്മളെ സംബന്ധിച്ച്. തീർച്ചയായിട്ടും TCS അതുപോലെ തന്നെ ടാറ്റ ഗ്രൂപ്പിലെ മറ്റ് കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് ഈ അപ്പോർഡ് മൊമെൻറ്റം. തെർമാക്സ് ഒരു കമ്പനീനെ കൂടി അക്വയർ ചെയ്യാൻ പോവാണ്. 51% TSA പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ പ്രോസസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഇക്വിറ്റി എടുക്കുകയാണ്. ഹൈ പ്യൂരിറ്റി വാട്ടറിന് വേണ്ടിയാണ്. തെർമാക്സ് വാട്ടർ റിലേറ്റഡ് രംഗത്തുള്ളൊരു കമ്പനിയും കൂടിയാണ്. ക്യാപിറ്റൽ ഗുഡ്സിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു കമ്പനിയും കൂടിയാണ്. അതുപോലെ തന്നെ വാട്ടർ റിലേറ്റഡ് രംഗത്തും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു കമ്പനിയാണ്. തെർമാസിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. ഡൈനാകോൺ സിസ്റ്റംസിന് 214 കോടി രൂപ ഓർഡർ കിട്ടിയിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ്. അശോക് ലേലൻ്റെ അടുത്ത 2-3 വർഷത്തേക്കുള്ള അവരുടെ കമേഴ്ഷ്യൽ വെഹിക്കിൾ ലോഞ്ചിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി അവർ ഇലക്ട്രിക് സ്മോൾ കമേഴ്ഷ്യൽ വെഹിക്കിൾസ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി വലിയ ട്രക്കുകളും ബസ്സുകളൊക്കെ വലിയ രീതിയിൽ ലോഞ്ച് ചെയ്യാമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും പോസിറ്റീവ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ മറ്റ് ക്വാർട്ടർ 3 റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ഗോദാവരി പവർ ആൻഡ് ഇസ്പെറ്റ് നല്ല റിസൾട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നസാര ടെക്നോളജീസ് നല്ല റിസൾട്ടാണ്. ഒപ്പം ധാരാളം സ്റ്റോക്കുകൾ നല്ല റിസൾട്ട്, JB കെമിക്കൽസ് നല്ല റിസൾട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്വാർട്ടർ 3 റിസൾട്ടുകൾ ഇന്നലെ വന്നിട്ടുള്ള റിസൾട്ട് മെജോറിറ്റി ഇൻ ലൈൻ വിത്ത് എക്സ്പെക്റ്റേഷനാണ്. ഔട്ട് പെർഫോമൻസ് വന്നിട്ടുള്ള ഗോദാവരി പവർ ആൻഡ് ഇസ്പാറ്റ് ആണ്. അതുപോലെ തന്നെ നസാര ടെക്നോളജീസ് നല്ല റിസൾട്ടൊക്കെയാണ്. അപ്പോൾ ഓവറോൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷനാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. മാർക്കറ്റിൽ പൊതുവേ PSU കമ്പനികൾക്ക് തന്നെയാണ് മുന്നേറ്റം. കാരണം നമ്മൾ മുമ്പേ ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ട്, ഗവൺമെൻറ്റിൻ്റെ CAPEX പ്രോഗ്രാമിൽ ഏറ്റവും ബെനിഫിഷ്യറി ആയി നിൽക്കുന്നതും അതുപോലെ തന്നെ അലോക്കേഷനൊക്കെ കൂടുതൽ കിട്ടിയിട്ടുള്ളത് PSU കമ്പനികൾക്കാണ്. പ്രത്യേകിച്ച് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ അതുപോലെ തന്നെ മറ്റ് ക്യാപിറ്റൽ ഗുഡ്സ് രംഗത്തുള്ള എല്ലാ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് നൽകുന്ന കാര്യങ്ങളാണ് ഗവൺമെൻറ് ഇൻ്ററിം ബഡ്ജറ്റിലും കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും PSU കമ്പനികൾ തന്നെയാണ് വീണ്ടും ഔട്ട് പെർഫോം ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഒരു കാര്യം മറക്കണ്ട, PSU കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്ത നമ്മുടെ എല്ലാ നിക്ഷേപകർക്കും നല്ല പ്രോഫിറ്റബിലിറ്റി ആയിട്ടാണ് ഇരിക്കുന്നത്. തീർച്ചയായിട്ടും കുറച്ചൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ എടുക്കുന്ന തീരുമാനം നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഓവറോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് ബുള്ളിഷ് മൊമെൻ്റ് ആണ്. സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻസ് ആണ് കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.